ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ഷമീല ഫസിൽ വ്ളോഗ്സ്. അപ്പം ഞാൻ ഒറ്റയ്ക്കാന്ന് കരുതണ്ട, താഴെ മൂപ്പരുണ്ട്. അന്നൊരു ദിവസം പണി കൊടുത്ത് ഓർമ്മണ്ട, അതേപോലെ ചെറിയൊരു പണി. അതേപോലത്തെ പറയാനൊന്നുമില്ല കേട്ടോ. സംഗതി എന്താണെന്ന് വെച്ചാലേ, ഒരു 3-4 ദിവസമായി ഒരു ചെറിയ സർപ്രൈസ് പൊട്ടിക്കണം എന്ന് വിചാരിച്ചിട്ട്. സർപ്രൈസ് എന്ന് വെച്ചാൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനാണ് കേട്ടോ. അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടി ഇന്ന് പൊട്ടിക്കും നാളെ പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി ഇങ്ങനെ ഇരിക്കല്ലോ ഇരിക്കട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ടൊന്നും നോക്കിയിട്ടൊന്നും കിട്ടില്ല, എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചെന്നാൽ പിന്നെ ഷെമിന് തൽക്കാലം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ക്യാമറയുടെ മുമ്പിൽ അന്നത്തെ പോലെ ഇരുത്തിയിട്ട് നമുക്ക് ആ സംഗതി ആയിട്ട് പൊട്ടിക്കാം. അപ്പോൾ ആളെ എക്സ്പ്രഷനും എങ്ങനെയാണ് റിയാക്ഷനും ഒക്കെ നമുക്ക് കാണാം. എങ്ങനെയുണ്ട്? അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. Welcome back to our YouTube channel. അറിയില്ലേ? റെഡി, ആക്ഷൻ. ഈ പറയ് ഷെമി. ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാലേ ഫിലിം നെയിം എന്തെങ്കിലും പറയാം. ഞാൻ എന്തെങ്കിലും സംഗതി, അതായത് ഒരു ഫിലിമിന് നോക്കണം. ഞാനേ ഒരു ഫിലിമിനെ പറ്റി പറയും. അതായത് അതിലൊക്കെ 2 ക്യാരക്ടർ, ഒരു സിറ്റുവേഷൻ. അതേത് ഫിലിം എന്ന് പറഞ്ഞാൽ ജൻ തുറക്കുമ്പോൾ പറഞ്ഞോ. ഒരു ഫിലിം പറയും, ഒരു ആക്ട്രസിനെയും പറയാം, പിന്നെ അതിൻ്റെ ഒരു സിറ്റുവേഷൻ തീമും പറയാം. നമ്മൾ കണ്ട ഫിലിംസ് ഉണ്ടാവില്ലേ, അത് മതി. സ്റ്റോറി ഒന്നും പറയണ്ട, ചെറുതായിട്ട് പറഞ്ഞാൽ മതി, ഞാൻ മനസ്സിലാക്കി എടുത്തുണ്ട്. ഇദ്ദേഹം വളരെ ഡീസന്റും മാന്യനും വിനയകുനേനുമാണ്. ഓക്കെ പറഞ്ഞു. വെൽക്കം ബാക്ക് ടു ഷമീല ഫസിൽ വ്ളോഗ്സ്. അങ്ങനെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് ശരി. അപ്പൊ ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ചെറിയ ചലഞ്ച് ആയിട്ടാണ്. കുറെ ആയില്ല ചലഞ്ച് ചെയ്തിട്ടില്ല, നമ്മള് കുറെ വീഡിയോ ചെയ്തിട്ട്. അപ്പൊ ചലഞ്ച് എന്താന്ന് നിന്റെ കുട്ടിയോട് പറഞ്ഞാ. പിന്നെ അതിന് മുന്നിൽ കാര്യം പറയണ്ടേ, ഞങ്ങൾക്ക് ഇങ്ങനെ ഗ്യാപ്പ് വരുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ വരികയാണ്. അപ്പൊ ഇന്ന് ഞങ്ങൾ കുറെ ആലോചിച്ച് എന്ത് ഞങ്ങള് രാത്രിയായിട്ട് വീഡിയോ സമയത്തേക്കാ സമയം രാത്രി 11 മണി. ശുഭം. 11 മണിക്ക് മേക്കപ്പ് ഒക്കെ നിൽക്കാറ് ഞങ്ങളല്ല, ഓള് മേക്കപ്പ് ഇട്ടിരിക്കും. അപ്പം അതാണ്. അപ്പൊ നമുക്കിങ്ങനെ എന്താ പറയാ, ഗ്യാപ്പ് വരുമ്പോ എന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. ഞങ്ങൾ കുറെ ആലോചിച്ചു എന്ത് വീഡിയോ ചെയ്യുന്നു. അതിപ്പോ കഴിഞ്ഞ വീഡിയോ കണ്ടില്ലേ, കഴിഞ്ഞ വീഡിയോ ആണെങ്കിലും പെട്ടെന്നുണ്ടായതാണ്. ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് ഇപ്പൊ എന്തെങ്കിലും കണ്ടന്റ് വേണ്ടതെന്ന് വിചാരിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഇന്നൊരു കണ്ടന്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഒരു ചലഞ്ചാണ്. എന്താണ് ചലഞ്ച്? ഷെമിയുടെ മനസ്സിലൊരു ഫിലിം ഉണ്ടാവും. ആ ഫിലിമിന്റെ ആക്ട്രസിനെയും പറയും, അതുപോലെ തന്നെ അതിൻ്റെ ഒരു തീമും പറയും. ആ ചെറിയൊരു തീമും കേട്ടിട്ട് അത് ഏത് ഫിലിമാണെന്ന്, ചെറിയ രീതിയിൽ തീം പറയുള്ളൂ, ഏത് ഫിലിമാണെന്ന് ഞാൻ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ചാലഞ്ച് അല്ലേ, എന്നല്ലേ? ഞാൻ അധികം ഫിലിം കാണാത്ത ആളാണ്, എനിക്ക് അറിയില്ല. കുട്ടിക്ക് അറിയില്ല. ഞാൻ തുടങ്ങാം അല്ലേ? ഓക്കെ. അപ്പൊ ഞാനാണ് ഫസ്റ്റ് ഫിലിമിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെടുക്കുന്നത്. ഓക്കെ. അപ്പോ ഈ ഫിലിമില് ടോവിനാണ് നായകൻ. പിന്നെ സംവൃത നായരോ, എന്താ പേര്? സംയുക്ത നായർ. ഇപ്പൊ ഒരു വിവാദമൊക്കെ ഉണ്ടായില്ലേ, സംയുക്ത നായർ. എന്താണ് കുട്ടിയുടെ പേര്? പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തില്ലേ? അതന്നെ. നായരായാലും ഭാര്യയായാലും ആരായാലും സംഗതി സോറി, സംയുക്ത മേനോൻ. വർമ്മല്ല. ഇനി ഇത് മറ്റുള്ളവർ തമ്മിൽ വീട്ടിണ്ടാക്കരുതിട്ടാ, സംഗതി കിട്ടാത്തതുകൊണ്ടാണ്. അപ്പൊ സംയുക്ത വർമ്മ അല്ലേ? സംയുക്ത വർമ്മ അല്ല, സംയുക്ത വർമ്മ വേറെ പഴയ നടിയല്ലേ, സംയുക്ത മേനോൻ. അപ്പൊ സംയുക്ത മേനോനാണ് നടി. ഓക്കെ.
ഓക്കെ ഏകദേശം കിട്ടി. ഞാൻ വേറെ തീം പറയണേ. ആ തീം കൂടി പറഞ്ഞോ. തീം പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല, കാരണം ഞാൻ ട്രെയിനുമായി ബന്ധപ്പെട്ട ഒരു ഫിലിം. തീവണ്ടി അയ്യോ, ഈ പൊട്ടൻ എന്ന് പറയുന്നത് കമ്പ് മുഴയൊന്നല്ല, ഇവൻ തന്നെ. ഞാൻ വലിയ ക്ലോ കൊടുത്തത്. ഇത്ര വലിയ ക്ലോസ് ട്രെയിനുമായി ബന്ധപ്പെട്ട ഫിലിമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആ ഫിലിം കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് തീവണ്ടി മനസ്സിലായി. തീവണ്ടി അഭിനയിച്ചൊരു ഫിലിമിന്റെ പേര് തീവണ്ടി. അങ്ങനെ ഞാനേ ഇവൾക്ക് ഇത് കുറച്ച് കുറവായ കാരണം ട്രെയിനുമായി ബന്ധപ്പെട്ടാന്ന് പറഞ്ഞാലും ചിലപ്പോ മനസ്സിലാവില്ല എന്ന് വിചാരിച്ചു. എന്നാ അടുത്ത പോട്ടെ. ഒരു പോയിന്റ് കേട്ടോ. 5 ഫിലിമിന്റെ പേരല്ലേ നമ്മൾ ടോട്ടൽ? 5 ഫിലിമിന്റെ പേര്. ഓക്കെ, ലൈറ്റ് ഡിം ആയിട്ടുണ്ട്. എനിക്കൊന്നും ഇങ്ങനെ മുട്ടി കൊടുക്കണേ. അതെ, മുപ്പതാണ്. എവിടെ ഒരു ലൂസ് മോഷൻ കണക്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ എല്ലാരും കടന്നിറങ്ങി ശരിയാനായിട്ട് അയൽവാസികള് മറ്റേ ഇതിലുണ്ടല്ലോ നമ്മളെ അമ്മച്ചി പണിയിട്ട് വരുന്നുണ്ട്. അവളെ ചിരി കണ്ടിട്ട് വില പറയാതെന്ന് ചോദിച്ചാൽ ആൾക്കാർ നീക്കോ നോക്കിയാൽ മതി. ഓക്കെ, ഞാൻ പറയട്ടെ. ഗംഗേ പറഞ്ഞോളൂ. പെട്ടെന്ന് കിട്ടൂല ഫിലിം നെയിം അല്ലല്ലോ പറയുന്നുണ്ട്. ഫിലിം നെയിം പറഞ്ഞ അപ്പൊ ഒരു പോയിന്റ് 0 ആണല്ലേ? അപ്പൊ 0 അല്ലേ? അയ്യടാ, 0 നിങ്ങൾക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞ പോയിന്റ് കിട്ടോ? പറയാ ഞാനാണോ ഒരു പോയിന്റ് ക്ഷമിക്ക് കിട്ടി. ഓക്കെ, കിട്ടിയാ? എന്നാ പോട്ടെ. അപ്പൊ നമ്മൾ റെഡിയാണ്. പറഞ്ഞു. കാവ്യ മാധവൻ. പിന്നെ നടനായിട്ട് ദിലീപ്. തീം പറഞ്ഞാ പിന്നെ ഫിലിമാണ് പറഞ്ഞത്. എത്രപോലും ഫിലിമുണ്ട് കാവ്യമാധവനും ദിലീപുമായിട്ട്. എന്തങ്ങനെ കാവ്യമാധവനും ദിലീപും ഒരു ചെറിയ എന്തെങ്കിലും ബേസിക് കാര്യം പറയ ക്ഷമി. എന്ത് പറയുന്ന ആലോചിക്കട്ടെ. ചിന്താലോചന SSLC എക്സാം എഴുതാൻ പോയി. അന്ന് അത്ര ആലോചിച്ചിട്ടില്ല. അതാണ് തോറ്റ്. നീ സർട്ടിഫിക്കറ്റ് നിർത്ത് കൊണ്ടിട്ടാ ഞാൻ വെറുതെ അറിയാം. അതാണ് എനിക്കറിയാം. വേറെ കിണ്ടിയാ കാവ്യമാധവനും ഇതെന്താ കിണ്ടി? ഞാൻ പറയട്ടെ, ഷെമി പ്രകാന്റാണ്. 7 മാസം കഴിഞ്ഞ് അടുത്ത 23 8 മാസം. Don't know where we're gonna fly like you did sometimes. Seeing eyes of mine. Love, love, love. തന്നെ അതാണ് ഞങ്ങളെ വീഡിയോ വരാത്ത അല്ലേ ഷെമി? അല്ല അതല്ല, പറഞ്ഞു അവരോട് ഷെമി പ്രഗ്നന്റ് ആണ്. 7 മാസം കഴിഞ്ഞ് അല്ലേ? അല്ല, 7 മാസാണ്. 7 മാസാണ്. അടുത്ത 23 8 മാസായി. അതുപോലെ അറിയില്ലെന്നൊക്കെ അങ്ങനെ തന്നെയല്ലേ? അതന്നാണ് ഈ വരുന്ന 23-ന് ഉദ്ദേശിച്ചിട്ടില്ലേ? എന്നാൽ ഇത് നമ്മുടെ റിവീലിംഗ് വീഡിയോ ആണ്. ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അറിയണ്ടല്ലോ. അറിഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസ് പൊളിയില്ലേ? അത് ശരി ഇല്ലേ? നിങ്ങൾ അറിഞ്ഞില്ല നേരത്തെ? അവരറിഞ്ഞിട്ടുണ്ട്. അയ്യോ, എനിക്കെന്തിനാ നാണൊക്കെ വരുന്നേ? നാണമോ? അപ്പൊ ഞങ്ങള് ശരി പ്രതീക്ഷിക്കാത്ത സംഗതിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ റിവീൽ ചെയ്യണം എന്നിട്ട് ഒരു 3-4 ദിവസമായി നടക്കൽ തുടങ്ങിയിട്ട് ഇതുവരെ അതിന് പറ്റിയിട്ടില്ല. അല്ല, റിവീൽ ചെയ്യണോന്ന് പറയണ്ടേ? അത് ചെയ്യണോ വേണ്ടേ? നമ്മള് വീഡിയോ ചെയ്യുമ്പോ എന്തായാലും
എന്റെ വയറ് കാണും. അതുകൊണ്ടാണ് തന്നെ ഇരിക്കുന്നത്. ഞങ്ങൾ ഇത്ര കാലം വയറ് കാണുന്നൊക്കെ വിചാരിച്ചിട്ടേ videos ഒന്നും ചെയ്യാതിരുന്നത്. ഇത്ര മതിട്ടാ, അങ്ങോട്ട് വേണ്ട. എപ്പോഴും ക്യാമ സെറ്റ് ചെയ്യുമ്പോ ആ ഒരു പൊസിഷനിൽ വെച്ചാൽ മതി എന്നറിയാം. അല്ല അതെന്താ വെച്ചാല് ഞാന് യൂട്യൂബിൽ വന്നിട്ട് ഞാൻ ഗർഭിണിയാണ് അങ്ങനെ പറയണമെന്നൊരു പ്ലാന് സത്യം പറയാൻ എനിക്കില്ല. അതുകൊണ്ടാണ് ഈ 7 മാസം. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും ഇപ്പൊ നിങ്ങൾ അറിയും. എന്തായാലും ഇപ്പൊ അത് നെക്സ്റ്റ് വീഡിയോ വീക്ക് തൊട്ടിട്ട് കാണുമ്പോ എന്തായാലും അറിയാം. നിങ്ങൾക്ക് പിന്നെ കാണുമ്പോ തന്നെ മനസ്സിലാവും. അതിനു മുമ്പ് തന്നെ പക്ഷെ പറയാം. എന്നാലും എന്താ അത് വീഡിയോയിൽ വന്നിട്ട് പറയാനുള്ള ഒരു ഇത് എനിക്ക് ഇതുവരെ ഇല്ലായിരുന്നു. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് ജസ്റ്റ് പറഞ്ഞു അത്രേ ഉള്ളൂ. പറഞ്ഞ അത്ര ഉള്ളൂ. പക്ഷെ ഇത് ഈ ഫിലിം നെയിം പറയണതിന്റെ ഇടയിൽ വന്നിട്ട് ഇത് പറയുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല. ആക്ച്വലി അവർക്ക് അറിയാം എന്താ കാര്യം എന്നുള്ളത്. ഞാൻ ഫിലിം നെയിം ഇവർക്ക് അറിയാം. എന്ത് ഫിലിം നെയിം എന്ന് പറയുന്നതൊക്കെ നമ്മൾ ചുമ്മാ ക്രിയേറ്റ് ചെയ്തൊരു സംഭവം അല്ലേ? ഞങ്ങൾ ചുമ്മാ ക്രിയേറ്റ് ചെയ്തതാണ് അല്ലേ? ഞങ്ങളോ ആരെയും ഞങ്ങള് അതാ അവരും ഞങ്ങളും. മുമ്പ് ഇതേപോലെ ഒരു പണി കൊടുത്ത് ഞാൻ പറഞ്ഞില്ല, അത്രക്കൊന്നുമില്ല. എനിക്ക് പ്രാങ്ക് തന്ന പോലെ ഇതൊന്നും പറയാനില്ല, കാരണം ഇത് ഇങ്ങനെ നീണ്ടുപോകും. എന്ന് പറയാൻ നാളെ പറയാം. എന്താ പറയാ നിങ്ങൾ അറിയണല്ലോ. അല്ല പറയണോണ്ടോ അറിയണോണ്ടോ അല്ല, പക്ഷെ എനിക്ക് എന്തോ ഒരു കംഫർട്ട് അല്ല. ഞാൻ എന്താ ഇപ്പൊ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ട് അങ്ങനെ പറയണേ. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഓരോ വീഡിയോ നമുക്ക് ആ വീഡിയോ ചെയ്യാം ഈ വീഡിയോ ചെയ്യാന്നൊക്കെ ഇടക്കിടക്ക് ഒന്ന് പറയും. പക്ഷെ ഞാൻ പറയും അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാലേ ഇത് റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് അറിഞ്ഞോട്ടെ, അല്ലെങ്കിൽ അറിയുമ്പോ അറിഞ്ഞോട്ടെ എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. പക്ഷെ ഞാൻ ആലോചിച്ചപ്പോ അറിഞ്ഞോട്ടെ, ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം കുറച്ച് ഗ്യാപ്പ് വന്നതിനുള്ളൊരു കാരണം അതും കൂടിയാണ്. അതും കൂടി നിങ്ങളോട് പറയാലോ. ഇത് ഗ്യാപ്പ് വന്നതിന്റെ കാരണം ഇത് മാത്രല്ല, എന്താ ഇത് മാത്രമാണ് കാരണം. ഇതും കാരണമുണ്ട്. പിന്നെ എന്റെ ജോബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് ഫുൾ ടൈം ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായതുകൊണ്ട് എന്താ അതുമല്ല, ഞാൻ എന്റെ വീട്ടിലാണ്. പ്രഗ്നന്റ് ആയതിനു ശേഷം ഷെമിയുടെ വീട്ടിലാണ് ഉണ്ടാവാറ്. ഞാൻ വീക്കിലി ഒക്കെ വന്നു പോകാറുള്ളൂ, കാരണം ലോങ് ആണ് കുറച്ച്. അപ്പൊ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം വരുമ്പോ എല്ലാ ആഴ്ച ഒന്നും വരില്ല, ചിലപ്പോ 2 ആഴ്ച കൂടുമ്പോ വരും. ഇല്ല സത്യം ഫോൺ വിളിച്ചിട്ട് 3 ദിവസം മുമ്പേ പോയിട്ടുണ്ടാവാ, വന്നിട്ട് 3 ആഴ്ച ആയില്ല നിങ്ങള് നോക്കോ. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി 2 ആഴ്ച 3 ആഴ്ച ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരിക. അപ്പൊ പിന്നെ നമുക്ക് അതിന്റെ ഇടയിൽ ഒരു ദിവസത്തിനായിരിക്കും ഒരു ദിവസം വന്നാല് പിന്നെ നമുക്ക് അതിന്റെ ഇടയിൽ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അതുകൊണ്ടാണ് ഡിലേ ആയത് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങള്. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് പറയാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി ഇന്ന് വീഡിയോ എടുത്ത്. മൂപ്പൊരു കണ്ടന്റ് ഉണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഫുള്ള് പുട്ടിയൊക്കെ അടിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ ഓവർ ഒന്നും ചെയ്തിട്ടില്ല. 11 മണിക്ക് എണീറ്റ് പുട്ടി അടിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. എന്തായാലും ഇനി അടുത്ത വീഡിയോമായിട്ട് നമ്മള് എനിക്ക് എന്താ അറിയോ, ഇങ്ങനെ നമുക്കൊരു ഗ്യാപ്പ് വന്നല്ലേ, അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്ക് നല്ലോണം ഉണ്ടേനി. അതിന്റെ ഇടയിൽ അതിന്റെ ഇടയിൽ ഞാന് എന്താ പറയാ വേറൊരു ചാനൽ തുടങ്ങി. അതില് പിന്നെ ഇങ്ങനത്തെ പ്രൊമോട്ട് ചെയ്യാണ് വേറെ ചാനലിനായിട്ട്. അതില് പറഞ്ഞാല് ഞാൻ ഈ കുറച്ചൊരു ഗേളി കൈൻഡ് ഓഫ് കണ്ടന്റ്സ് ആണ് ചെയ്യണത്. അല്ല ഇതില് മിക്സ് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. ഇതില് ആഡ് ചെയ്യുമ്പോ കൂട്ടിയിട്ട് കുറെ ആളുകൾക്ക് കൂടെ എന്തൊക്കെയോ, കാരണം അങ്ങനത്തെ വീഡിയോസ് എന്തായാലും ആണുങ്ങള് ബോയ്സ് ഒന്നും ഇരുന്ന് കാണാൻ സാധ്യത ഇല്ല. പ്രൊമോഷൻ പിന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്യാനും നമ്മള് ഈ ചാനല് പിന്നെ നമ്മുടെ സ്വന്തമായിട്ട് മാറ്റൂല്ല. എങ്ങനെ പോയി കഴിഞ്ഞാല് ഇത് ഞങ്ങൾ എടുത്ത പേര് മാറ്റും. ഞാൻ ഷെമീലനെ കട്ട് ചെയ്യും. ഞാൻ മാത്രം പേര് ഒന്നും പറയണ്ട. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കുക. എന്തായാലും ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാല് ഡെലിവറി കാര്യങ്ങൾ ഉണ്ടാവും. അപ്പം എല്ലാരും പ്രാർത്ഥന വേണം ഹൈറായി നടക്കാൻ വേണ്ടിട്ട്. ഓക്കെ, പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ കിണ്ടിയൊക്കെ അവിടെ കൊടുക്കട്ടെ. കിണ്ടി തെങ്കാശിപ്പട്ടോ അല്ല, കിണ്ടി മീശമാധവൻ അല്ലേ? ഞാൻ ഈ കിണ്ടി ആലോചിച്ചപ്പോ നമ്മളതുണ്ടല്ലോ മോഹൻലാലിന്റെ ഒരു പടം മണിച്ചിത്രത്താഴ്, അതിന്റെ കിണ്ടിയൊക്കെ ആദ്യം ഓർമ്മ വന്നിട്ടാ. ഞാൻ പറഞ്ഞില്ലേ കിണ്ടി ഓർക്കാത്തൊരു കാര്യം. അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പൊ ഇനിയിപ്പോ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോ ബൈ ബൈ. ബൈ ബൈ പറയണ്ട. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ.